സോ ചാപ്റ്റർ ബിഗിൻസ് വിത്ത് ഡെഫിനിഷൻ. ഞാനിവിടെ ഡെഫിനിഷൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാ ആളുകളും ഫെമിലിയർ ആയിരിക്കും. ഡെഫിനിഷൻ നിങ്ങൾ എല്ലാ ആൾക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഈ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഒരു ചോദ്യം നോർമലി ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മുടെ തിയറി വന്നു കഴിഞ്ഞാൽ, ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അക്കോർഡിംഗ് ടു ദിസ് എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നമ്പർ 1 റെക്കോർഡിംഗ് ആണ്. സോ വി ആർ റെക്കോർഡിംഗ് ഓൾ ട്രാൻസാക്ഷൻസ് ഹാപ്പൻസ് ഇൻ എ ബിസിനസ്. ഓക്കെ, ഒരു ബിസിനസ്സിനകത്തുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു ഫീച്ചർ. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണെന്ത്? നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഫൈനാൻഷ്യൽ ഇൻ നാച്ചർ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. സോ അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മൾ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് മാനറിലാണ്. അക്കൗണ്ടിങ്ങിന്റെ പ്രോസസ് തുടങ്ങുന്ന എന്താണ്? ജേണലാണ്. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഫീച്ചർ റെക്കോർഡിംഗ് ആണ് അക്കൗണ്ടിങ്ങിന്റെ. സെക്കൻഡ് വൺ ക്ലാസിഫൈയിങ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റകളെ നമ്മൾ തരംതിരിക്കും. എങ്ങനെ തരംതിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദെയർ നാച്ചുർ. അതിന്റെ നാച്ചുർ അനുസരിച്ചിട്ട്, അതിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ തരംതിരിച്ചു വെക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ് അല്ലെ, സാലറി പെയ്ഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ശമ്പളം കൊടുത്തു. ഈ സാലറി പെയ്ഡ് നമ്മൾ ഒരു വർഷത്തിൽ 12 ടൈംസ് ചെയ്യുന്നുണ്ട് അല്ലെ. 12 തവണ നമ്മൾ സാലറി കൊടുക്കണം. എല്ലാ മന്തും നമ്മൾ എന്ത് ചെയ്യണം? സാലറി കൊടുത്തുകൊണ്ടിരിക്കണം. ആ സാലറി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കും. സാലറി കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ മാറ്റി വെക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടുകൾ എന്നാണ്. വി കോൾ ദാറ്റ് ഈസ് അക്കൗണ്ട്സ്. നമ്മൾ അതിനെ അക്കൗണ്ട്സ് എന്നാണ് പറയാ. ആൻഡ് ഇൻ ദാറ്റ് നമ്മൾ അതിനെ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ എന്നാണ്. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാന്ന് പറയും. ആൻഡ് ക്ലാസിഫൈ. നമ്മൾ ഈ ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദെയർ നാച്ചർ. ഇറ്റ് കൺസേൺഡ് വിത്ത് ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് റെക്കോർഡഡ് ഡാറ്റ ഓഫ് സിമിലർ നാച്ചർ ടു വൺ പ്ലേസ്. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുവെക്കും. റെന്റ് പെയ്ഡ് എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കും. വേജ് പെയ്ഡ് എല്ലാം നമ്മൾ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കും. സാലറി പെയ്ഡ് എല്ലാം നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കും. അതിനെ നമ്മൾ അക്കൗണ്ടുകൾ എന്ന് വിളിക്കും. വി ആർ ക്രിയേറ്റിംഗ് സാലറി അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, വേജ് അക്കൗണ്ട്. ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? ക്യാഷ് ബുക്കിനകത്ത് കൊണ്ടുപോയി വെക്കും അല്ലെ, ക്യാഷ് അക്കൗണ്ട് കൊണ്ടുപോയി വെക്കും. സോ ക്ലാസിഫൈങ്. സോ വി ആർ ക്ലാസിഫൈങ് ദീസ് ഡാറ്റ. നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചാൽ നമ്മൾ ഡെഫിനിഷൻ ഓർത്ത് വെച്ചുകൊണ്ടാണ് ആൻസർ ചെയ്യുന്നത്. തേർഡ് വൺ സമ്മറൈസിങ്. നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്യുന്നു. ഒരു മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ഈ ഡാറ്റകളെല്ലാം കൂടെ സമ്മറൈസ് ചെയ്യുന്നു. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് ദർ ആർ പ്ലെന്റി ഓഫ് ട്രാൻസാക്ഷൻസ്. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ഡാറ്റ അക്കൗണ്ടിന്റെ കയ്യിലുണ്ടാവും. പക്ഷെ ഇതെല്ലാം ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് നമുക്കതൊരു മീനിങ് ഫുൾ ആയിട്ട് തോന്നില്ല. അല്ലെങ്കിൽ ഒരു ലേമനെ സംബന്ധിച്ച്, സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ ഡാറ്റയിൽ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്ത് വെക്കും. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റകളൊക്കെ എന്ത് ചെയ്യും? ഈ ഡാറ്റകളൊക്കെ നമ്മൾ എടുത്തിട്ട് ഒരു മീനിങ് ഫുൾ ആയ രീതിയിൽ നമ്മൾ ഇതിനെ സമ്മറി ആയിട്ട് മാറ്റി വെക്കും, സമ്മറൈസ് ചെയ്യും. സോ വി ആർ സമ്മറൈസിങ്. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ആ പ്രോസസ്സിനെ നമ്മൾക്ക് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കാം. ഈ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ സമ്മറൈസിംഗിൽ വരുന്നതാണ്. എല്ലാ ലെഡ്ജറിന്റെയും ബാലൻസുകൾ മാത്രം നമ്മൾ പിക്ക് ചെയ്യും. സാലറി അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കും, റെന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കും, വേജ് അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കും, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കും, അസറ്റ് അക്കൗണ്ടുകളുടെ ബാലൻസ് എടുക്കും. ഇതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു സമ്മറി ഫോമാറ്റിലേക്ക് ഇതിനെ മാറ്റും. ദാറ്റ് ഈസ് കോൾഡ് സമ്മറൈസിങ്. സോ അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ സമ്മറൈസിങ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് അക്കൗണ്ടിങ്ങിന്റെ. ദെൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ഈ ഡാറ്റേനെ അനാലിസിസ് നടത്തുന്നു. ഈ ഡാറ്റയെ നമ്മൾ പല രീതിയിലേക്ക്, പല ഫോമാറ്റിലേക്ക് നമ്മൾ മാറ്റിയതിനു ശേഷം അതിനെ നമ്മൾ ഒരു റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് നോക്കിയിട്ട് ഈ സമ്മറൈസ്ഡ് ഡാറ്റ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതൊരു അനാലിസിസിന്റെ ഭാഗമാണ്. അനാലിസിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉത്തരം കിട്ടും, ഒരു ഇന്റർപ്രിട്ടേഷൻ വരും. ദാറ്റ് ഈസ് കോൾഡ് ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. റിസൾട്ട് ഓഫ് ദ ബിസിനസ് മേ ബി അത് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ അത് ലോസ് ആവാം. അപ്പൊ ഈ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നു. അതും നമ്മുടെ ജോലിയാണ്, അക്കൗണ്ടിന്റെ ജോലിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. ദർ വിൽ ബി എ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അതേപോലെ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെ? ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ബിസിനസ് ഇപ്പൊ എന്ത് ലെവലിൽ നിൽക്കുന്നു, എത്രമാത്രം അസറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, എത്രമാത്രം ലൈബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ രണ്ട് റിസൾട്ടും ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് നമ്മൾ അനാലിസിസ് പ്രോസസ്സിലേക്ക് പോകും. സോ ദ ഫിനാൻഷ്യൽ ഡാറ്റ റെക്കോർഡ് ഈസ് അനലൈസ്ഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് ടു മീനിങ്ഫുൾ ജഡ്ജ്മെന്റ് ടു ദ യൂസേഴ്സ്. യൂസേഴ്സ് ആരൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ നമുക്കൊരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്, ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നമ്മൾ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റിസൾട്ടിനെ, അത് പ്രോഫിറ്റ് ആയാലും ശരി, ലോസ് ആയാലും ശരി, നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് ഈസ് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. ആർക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നമ്മൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്. ചാപ്റ്റർ നമ്പർ 1 നിന്ന് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുക. അപ്പൊ ഡെഫിനിഷൻ പഠിക്കുന്നതിന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫീച്ചേഴ്സും കൂടെ പഠിച്ചു വെക്കാം. വളരെ റെയർ ആയിട്ട് ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അവിടെ നമ്മളെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് 2 മാർക്സ് കിട്ടും. ദെൻ അതിന് അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ഒരു ചോദ്യമാണെന്ത്? ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഡെഫിനിഷൻ പഠിച്ചാൽ ഫീച്ചറും കൂടെ എഴുതാൻ വേണ്ടി പറ്റും. 3 to 4 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് റെഗുലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രാക്ടീസ്? കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, റെഗുലർ ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമല്ല. ബട്ട് സ്റ്റിൽ ഈ ചാപ്റ്ററിൽ നിന്ന്, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്പർ 1, ഫസ്റ്റ് വൺ, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. എന്ത് റെക്കോർഡാണ്? വി ആർ മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ടാക്സ് പർപ്പസിന് ഗവൺമെന്റ് ആവശ്യപ്പെടും, മറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഒക്കെ നമ്മുടെ റെക്കോർഡുകൾ ആവശ്യപ്പെടാറുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണമെങ്കിൽ, പ്രോപ്പറായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അക്കൗണ്ടിങ്ങിലൂടെ അത് സംഭവിക്കുന്നു. അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ കയ്യിൽ സെയിൽസിന്റെ ഡാറ്റ ഉണ്ടാവും, പർച്ചേസിന്റെ ഡാറ്റ ഉണ്ടാവും, പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ടാവും. ആരാവശ്യപ്പെട്ടാലും പ്രോപ്പർ ആയിട്ട് എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഈ ഡാറ്റ ഒക്കെ ഉണ്ടാവും. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അക്കൗണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവ് ആണെന്ത്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ് ഓരോ വർഷവും പ്രോഫിറ്റിലാണോ പോകുന്നത്, ലോസിലാണോ, നമ്മൾ പോസിറ്റീവ് ആയിട്ടാണോ പോകുന്നത്, നമ്മൾ താഴോട്ട് വരികയാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ ആ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ depiction of financial position means to show the financial position. ഫിനാൻഷ്യൽ പൊസിഷൻ കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അത് മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെ? ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വി ഗോട്ട് എ പിക്ചർ ഓഫ് ദി ബിസിനസ്. അതിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാവും. എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട്. സോ depiction of financial position അല്ലെങ്കിൽ to show the financial position of the business. ഇത് ഓർത്ത് വെക്കുക. And making information available to various users. അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണെന്ത്? നമ്മുടെ ഡിഫറെന്റ് യൂസേഴ്സിനെല്ലാം ഈ ഡാറ്റ അവൈലബിൾ ആക്കി കൊടുക്കുക. മാനേജേഴ്സിന് നമുക്ക് ഡാറ്റ കൊടുക്കണം. മാനേജേഴ്സിന് ഡാറ്റ ആവശ്യം ഉണ്ടാവും, നമ്മൾ ഡാറ്റ എടുത്തു കൊടുക്കും. സെയിൽസ് ഡാറ്റ ആവശ്യമുണ്ട്, നമ്മൾ എടുത്തു കൊടുക്കും.
പർച്ചേസിന് ഡാറ്റ വേണം നമ്മൾ എടുത്തു കൊടുക്കും. സോ വാട്ട് എവർ ദേ നീഡ് നമ്മളത് പ്രൊവൈഡ് ചെയ്യും. സോ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണെന്ത്, മേക്കിംഗ് ഇൻഫോർമേഷൻ അവൈലബിൾ ഫോർ എവറി യൂസേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്കേഴ്സ്, ഇവർക്കെല്ലാം വേണ്ട ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കുക, കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ്. ദെൻ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഞാനിവിടെ ഒബ്ജക്റ്റീവ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 1, 2, 3, 4 പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ആൻഡ് ഏകദേശം നമ്മൾ ഡെഫിനിഷൻ പഠിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്, റെക്കോർഡിംഗ് അവിടെ പഠിക്കുന്നുണ്ട്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ അത് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അനാലിസിസ് പറയുന്നുണ്ട്. മേക്കിംഗ് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വാരിയസ് യൂസേഴ്സ്, കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഈ ഡാറ്റ എല്ലാ ആളുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ 4 പോയിന്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. മേ ബി 3 മാർക്സിന് ചോദിച്ചേക്കാവുന്ന ഒരു കാര്യമാണെന്ത്, ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ക്ലാസിന്റെ ലാസ്റ്റ് നമ്മൾ ഈ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്, നോ പ്രോബ്ലം. ഓക്കെ. പിന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്, ഇതും റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്. നിങ്ങൾ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നത് കൊണ്ട്, ബിസിനസ്സിനകത്ത് അക്കൗണ്ടിങ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണ്? വാട്ട് ഈസ് യുവർ അഡ്വാൻറ്റേജ്? വാട്ട് ഈസ് യുവർ അഡ്വാൻറ്റേജ്? ഓക്കെ. സോ അഡ്വാൻറ്റേജ് എന്തൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ 1, ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ബാലൻസ് ഷീറ്റ്, അല്ലെ? ബാലൻസ് ഷീറ്റ് നമ്മൾ അതിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. സെക്കൻഡ് വൺ, സിസ്റ്റമാറ്റിക് റെക്കോർഡ് ടു ഡാറ്റ ഈസ് പോസിബിൾ. നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റ എടുത്ത് നോക്കാൻ വേണ്ടി പറ്റും. വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ഡാറ്റയെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പ്രൊവൈഡ്സ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ്, ആവശ്യമുള്ള ആളുകൾക്ക് ഇൻഫോർമേഷൻസ് എളുപ്പത്തിൽ അവൈലബിൾ ആവും നമ്മൾ അക്കൗണ്ടിങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ആക്ട് ആസ് എൻ ഇൻഫോർമേഷൻ സിസ്റ്റം, നമ്മുടെ ബിസിനസിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. വിച്ച് മീൻസ് നിങ്ങൾക്ക് എപ്പോൾ എന്ത് ഡാറ്റ വേണമെങ്കിലും അക്കൗണ്ട്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും റിലേറ്റഡ് ടു ഫൈനാൻസ്. ഓക്കെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം കൂടിയാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഈ 4 പോയിന്റ് ആണ് അഡ്വാൻറ്റേജ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. 2 മാർക്സിനൊക്കെ ചോദിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അഡ്വാൻറ്റേജ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡിസഡ്വാൻറ്റേജും പഠിച്ചു വെക്കുക. ഒരു 3 പോയിന്റ്സ് വരുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. It records only transactions which can be recorded in monetary terms. മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. മണി വാല്യൂ അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാറുള്ളൂ. വി ഓൾറെഡി ലേൺ ദാറ്റ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മളൊരു നല്ല മാനേജർ ഉണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, അല്ലേ? നമുക്കതിന്റെ ആവശ്യമില്ല. വി റെക്കോർഡ്സ് ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് നമുക്കിവിടെ പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് എൻ ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ. ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ ആണ്. നമ്മൾ പൊതുവെ ഇതിനെ പോസ്റ്റ് മോർട്ടം സർവേ എന്ന് വിളിക്കാറുണ്ട്. അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ് മോർട്ടം സർവേ. കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്, അല്ലെ? ഒരു ട്രാൻസാക്ഷൻ നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ, റൈറ്റ്? അല്ലെ? ട്രാൻസാക്ഷൻ കഴിഞ്ഞാലല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. സെയിൽ നടന്നു കഴിഞ്ഞാലേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. പർച്ചേസ് നടന്നതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. കഴിഞ്ഞ ഡാറ്റകൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഫ്യൂച്ചറിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ആയിട്ട് അല്ലെങ്കിൽ പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല. ബട്ട് ബേസ്ഡ് ഓൺ ദിസ് പാസ്റ്റ് ഡാറ്റ, കഴിഞ്ഞു പോയ കാര്യം വെച്ചിട്ട് പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ പാസ്റ്റ് ഡാറ്റകളെയാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ പാസ്റ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനൊരു ഡ്രോബാക്ക് ആയിട്ട് എഴുതാനുള്ള കാരണം, കഴിഞ്ഞ കാര്യം നമുക്ക് പിന്നെ തിരുത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് ഈസ് ഹിസ്റ്റോറിക്കലി നാച്ചുറൽ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. എഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ് ആണ്, നോട്ട് കൺസിഡേർഡ്. എഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ച് ഇസ് നോട്ട് കൺസിഡേർഡ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2020 100 രൂപയുടെ വാല്യൂ അല്ല 2024 ഈ 100 രൂപയ്ക്ക് ഉണ്ടാവുക, അത് കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെ? പ്രൈസ് ലെവൽ ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വാല്യൂ നന്നായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ,
പ്രൈസിന്റെ വാല്യൂ മീൻസ് നമ്മുടെ റുപ്പീസിന്റെ വാല്യൂ ഇയർ ബൈ ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2020 100 രൂപയ്ക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് 24 കിട്ടില്ല. സോ ഈ പ്രൈസ് ലെവൽ ചേഞ്ച് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പരിഗണിക്കുന്നില്ല. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും നമ്മൾ എത്ര രൂപയ്ക്കാണോ ഒരു അസറ്റ് വാങ്ങിച്ചത് അത് അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ പ്രൈസ് ലെവൽ ചേഞ്ച് ഉണ്ടായത് നമ്മൾ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യാറില്ല. അപ്പം ഇതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. സോ ഡ്രോബാക്സും കൂടെ നമ്മൾ ഇതിനകത്ത് പഠിച്ചു വെക്കുക. മേ ബി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നല്ല. ഓക്കെ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടുള്ള ഒരു ചോദ്യമാണത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അതേപോലെ എസ് എ ആയിട്ട് ഷോർട്ട് എസ് എ ആയിട്ട് ചോദിക്കാറുണ്ട്. യൂസേഴ്സ്, 2 സെറ്റ്സ് ഓഫ് യൂസേഴ്സ്, ഇന്റേണൽ യൂസർ ആൻഡ് എക്സ്റ്റേണൽ യൂസർ. ഒരു വിഭാഗത്തെ നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കുന്നു, മറ്റൊരു വിഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അകത്തുള്ളവരാണ്, ബിസിനസിന്റെ ഉള്ളിലുള്ളവരാണ്. ബിസിനസിന്റെ അകത്തുള്ളവരെ നമുക്ക് ഇന്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കാം. ബിസിനസിന്റെ പുറമെയുള്ള ആളുകളെ, തേർഡ് പാർട്ടീസിനെ നമുക്ക് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ആരൊക്കെയാണ് ഇന്റേണൽ യൂസർ, ആരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് നമുക്ക് നോക്കാം. നമ്പർ 1 ഇന്റേണൽ യൂസർ ആണ് ഞാൻ ആദ്യം പറയുന്നത്, ഓണേഴ്സ്. ഓണേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ യൂസർ. ബിസിനസിന്റെ അകത്തുള്ള ആളാണ്, ബിസിനസിന് വേണ്ടി ഫണ്ട് ഇറക്കുന്ന ആളാണ് ഓണേഴ്സ്. ഇൻഫോർമേഷൻ ഓൺ ദി റിസ്ക് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓണേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ അക്കൗണ്ടൻസിന് എന്തിനാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ അവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് അറിയണം എന്ത്, അവരുടെ എത്രമാത്രം റിസ്ക് ഉണ്ട്, എത്രമാത്രം റിട്ടേൺ അവർക്ക് കിട്ടുന്നുണ്ട്, ഇത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് അറിയണം. അവർ ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ പ്രോപ്പറായിട്ട് റിട്ടേൺ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓണേഴ്സ് നമ്മളെ ഡാറ്റ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് ഡാറ്റ ചെക്ക് ചെയ്യുന്നത്. ഓണേഴ്സിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം, ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള അറിയണം, അയാൾ എത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അത് എത്രമാത്രം റിസ്കിലാണ്, പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അവർക്ക് അറിയണം. ഓക്കെ, ഇതിനാണ് അവർ നമ്മളെ ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടീമാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് മീൻസ് ദേ നീഡ് ടൈംലി ഇൻഫോർമേഷൻ ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്, പ്രോഫിറ്റബിലിറ്റി എറ്റ്സെട്ര ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ്സിനകത്ത് എന്ത് നടക്കണം, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റിന് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഡാറ്റ വേണം. നമ്മളെ ഡാറ്റ മീൻസ് അക്കൗണ്ടിങ്ങിന്റെ ഡാറ്റ വേണം. നമ്മുടെ ഡാറ്റ വെച്ചാൽ അവർ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ബാക്കിയുള്ള എല്ലാ പ്ലാനിങ്ങും നമ്മുടെ ഡാറ്റനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അക്കൗണ്ടന്റിന്റെ ഡാറ്റനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തായിരിക്കും. സോ മാനേജ്മെന്റിന് കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റ ആവശ്യമുണ്ട് ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എംപ്ലോയീസ്, തൊഴിലാളികൾ നമ്മുടെ ഡാറ്റ നോക്കാറുണ്ട്, എംപ്ലോയീസ് നോക്കാറുണ്ട്. ഫോർ വാട്ട്, ഫോർ ദെയർ ബോണസ് സ്കീം, സാലറി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, സാലറി ബോണസ് സ്കീം പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്യാറുണ്ട്, എംപ്ലോയീസ്. അപ്പൊ 3 ഇന്റേണൽ യൂസേഴ്സിന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഓണേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് തരംതിരിച്ച് എഴുതാൻ വേണ്ടി ഉണ്ടാവാറുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇന്റേണൽ യൂസർ ആരൊക്കെയാണ്, എക്സ്റ്റേണൽ യൂസർ ആരൊക്കെയാണ്, നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാറുണ്ട്. അതേപോലെ 1 മാർക്ക് ചോദ്യം വരും, ഒരു ഐറ്റം തന്നിട്ട് ഇത് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. എക്സ്റ്റേണൽ യൂസർ എന്ന് പറഞ്ഞാൽ ആരാ നോക്കാം നമുക്ക്. ഔട്ട്സൈഡ് ദി ഫേം, തേർഡ് പാർട്ടീസ് ആണ്. ട്രേഡ് യൂണിയൻസ്, എംപ്ലോയീസിന്റെ ട്രേഡ് യൂണിയനുകൾ, അവർ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ഇൻഫോർമേഷൻ ഓൺ ദി സ്റ്റെബിലിറ്റി, പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഈ ബിസിനസ് പ്രോപ്പർ ആയിട്ടാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം എംപ്ലോയീസിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അവർ ഇടപെടും. ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ് പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണോ, പേയ്മെന്റ് എല്ലാം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ബിസിനസ് ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവർ നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്യാറുണ്ട്. ലെൻഡേഴ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾക്ക് കടം തരുന്ന ആളുകൾ, ബാങ്കേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദേ വർ ലുക്കിംഗ് ഔട്ട് ഡാറ്റ. നമ്മുടെ ഡാറ്റ അവർ നോക്കും. എന്നിട്ട് അവർ നോക്കിയിട്ട് നമ്മുടെ ഡാറ്റ നോക്കിയിട്ട് അവർ നമ്മുടെ ഫേം പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത്, പ്രോഫിറ്റബിൾ ആണോ, ഇവർക്ക് പലിശ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. സോ ഇൻഫോർമേഷൻ ഓൺ ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ക്രെഡിറ്റ് വർത്തിനെസ്, നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കേഴ്സും ലെൻഡേഴ്സും ഒക്കെ നോക്കാറുണ്ട്. ലെൻഡേഴ്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, നമ്മളെ സപ്ലയേഴ്സ്,
നമുക്ക് ഗുഡ്സ് കൊണ്ടുത്തരുന്ന ആളുകൾ അല്ലെ, നമുക്ക് അവർ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, അവർ നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്യും. എന്തിനാ ഡാറ്റ ചെക്ക് ചെയ്യുന്നത്? ഫോർ നമ്മൾ ആ പേയ്മെന്റ് പ്രോപ്പർ ആയിട്ട് തിരിച്ചു കൊടുക്കുമോ അല്ലെ, അവർക്ക് കൃത്യമായിട്ട് പൈസ കിട്ടണം. നമുക്ക് അവർ ഗുഡ്സ് എത്തിച്ചു തന്നാൽ കൃത്യമായിട്ട് പൈസ കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ ഈ ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ അവർ ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ കസ്റ്റമേഴ്സ്, നമ്മൾ പൊതുവെ കസ്റ്റമേഴ്സ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഒന്നും നോക്കാറില്ല. നമ്മുടെ കേസിലാണ് പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു സോപ്പ് വാങ്ങിച്ചു, ആ സോപ്പ് വാങ്ങിയ കമ്പനീന്റെ ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. പക്ഷെ വലിയ കമ്പനീസ് അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കസ്റ്റമേഴ്സ് അത് ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കുന്ന സമയത്ത് ആ കാറ് നിർമ്മാണ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ നോക്കും. ഈ കാർ കമ്പനി ഇവിടെ ഉണ്ടാവുമോ, കുറച്ചു കാലം കൂടി ഇവിടെ ഉണ്ടാവുമോ, അതോ നഷ്ടത്തിലാണോ പോകുന്നത്, പെട്ടെന്ന് ഇന്ത്യ വിട്ടു പോവുമോ, സർവീസ് പിന്നെ കിട്ടാൻ പണിയാണ് അല്ലേ, അങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഡാറ്റ ചെക്ക് ചെയ്യാറുണ്ട്, ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. കോമ്പറ്റീറ്റേഴ്സ് ചെക്ക് ചെയ്യും, ഉറപ്പായിട്ടും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ചെക്ക് ചെയ്യും. അവരുടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, മറ്റു കാര്യങ്ങളും പ്രോഫിറ്റും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഗവൺമെന്റ് ആൻഡ് അതർ റെഗുലേറ്റേഴ്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്റ്റേണൽ പാർട്ടീസിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണ് ഗവൺമെന്റ് ആൻഡ് അതർ റെഗുലേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്യും. നമ്മുടെ ഡാറ്റ അവർക്ക് വേണം, എല്ലാ കൊല്ലവും നമ്മൾ കൊടുക്കണം ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. GST ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡാറ്റ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ മറ്റ് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെക്ക് ചെയ്യും നമ്മൾ പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓർത്ത് വെച്ച് നോക്കുക. ട്രേഡ് യൂണിയൻസ് ഒരു 5 എണ്ണമെങ്കിൽ നമുക്ക് മിനിമം ഓർത്ത് വെക്കുക. ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ആൻഡ് അതർ റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, യു ക്യാൻ അറ്റ്ലീസ്റ്റ് യു ആൻ റൈറ്റ് 3 എണ്ണമെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ആ ചാപ്റ്ററിന് ഒരിക്കലും മിസ് ചെയ്യാതെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണത്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്.